കേരളത്തിൽ LDFന് തുടർഭരണം ഉറപ്പെന്ന പോളിറ്റ് ബ്യൂറോയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർണായകമായ 18 നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് LDFന് ലഭിച്ചെന്നും സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരം വികസന നേട്ടം കൊണ്ട് മറികടന്നെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിച്ചുവെന്ന അവകാശവാദങ്ങളെയും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. എന്നാൽ ചില ജില്ലകളിൽ കടുത്ത മത്സരമാണ് ഉണ്ടായതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രത്യേകിച്ച് കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 10 വർഷത്തെ ഭരണത്തിലൂടെ സംസ്ഥാനത്തെ മാറ്റിമറിച്ചെന്ന് അവകാശപ്പെടുന്ന സർക്കാരിനെ വോട്ടർമാർ വീണ്ടും പിന്തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതു നേതാക്കൾ. പിണറായി വിജയൻ അവകാശപ്പെടുന്നത് പോലെ കേരളത്തിൽ LDF 3.0 സംഭവിക്കുമോ? കാണാം RDX റാപ്പ്. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് മൂന്നാം മുഴം ഉറപ്പെന്നാണ് CPIM പോളിറ്റ് ബ്യൂറോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. ഓൺലൈനായി ചേർന്ന PB യോഗത്തിലാണ് പിണറായി വിജയൻ LDFനെ വിജയമുറപ്പിക്കുന്ന കണക്ക് അവതരിപ്പിച്ചത്. നിർണായകമായ 18 നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിച്ചെന്നും ഉണ്ടായേക്കാവുന്ന സ്വാഭാവിക ഭരണവിരുദ്ധ വികാരം വികസനം കൊണ്ട് മറികടന്നെന്നും പിണറായി വിജയൻ യോഗത്തിൽ വിശദീകരിച്ചു. എന്നാൽ കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ കടുത്ത മത്സരമാണ് നടന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ പറഞ്ഞു. എന്നാൽ കൊല്ലത്ത് 7 മുതൽ 9 സീറ്റുകൾ വരെ LDF നേടുമെന്നാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം മണ്ഡലത്തിൽ 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷവും പാർട്ടി ഉറപ്പിക്കുന്നു. ചവറയിലും കുന്നത്തൂരിലും ഇഞ്ചോടിഞ്ച് മത്സരത്തിലൂടെ വിജയം കൈവരിച്ച് സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നാണ് CPIMന്റെ കണക്കുകൂട്ടൽ. RDX റാപ്പ്, ന്യൂസ് മലയാളം. രുചീഷ് വി രവീന്ദ്രനാണ് നമ്മോടൊപ്പം വിശകലനവുമായി ചേരുന്നത്. രുചീഷ്, ഇത് പിണറായി അല്ലാതെ മറ്റാരും ഇത് പറയും എന്നുള്ളതും കൂടിയുണ്ട്. കാരണം അവരുടെ തിരഞ്ഞെടുപ്പ് നയിച്ചത്, LDFന്റെ ക്യാമ്പയിൻ മുഴുവൻ നയിച്ചത് പിണറായി വിജയനാണ്. എല്ലാ വിഷയങ്ങളും, പ്രതിപക്ഷം ഉയർത്തിയ എല്ലാ വിഷയങ്ങളെയും, രാഷ്ട്രീയമായിക്കോട്ടെ, വികസനമായിക്കോട്ടെ, മറ്റെല്ലാ വിഷയങ്ങളെയും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ ഉദാഹരണങ്ങൾ നിരത്തി, ചരിത്രം നിരത്തിയൊക്കെ അദ്ദേഹമാണ് പല കാര്യങ്ങളെയും പ്രതിരോധിച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായും ഇന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ അവകാശവാദങ്ങൾ വരുന്നു UDFന്റെ ഭാഗത്തു നിന്ന്. അവർക്കൊരു മാനസികമായ എഡ്ജ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. നമ്മൾ സോഷ്യൽ മീഡിയ അടക്കം തുറന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആളുകൾ പ്രഡിക്ഷനുകൾ, അതുപോലെ തന്നെ പല ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ മാത്രവുമല്ല, അപ്പുറത്തൊരു മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ വരിവരിയായി നിരനിരയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ PBയിൽ ഇത്തവണ ഒരു കണക്ക് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് LDF അല്ലാതെ മറ്റാരെന്ന് പറയുന്ന പോലെ പിണറായി അല്ലാതെ മറ്റാരും ഇത്തരമൊരു കണക്ക് അവതരിപ്പിക്കും. കാരണം അവർക്ക് ഈ പ്രതിപക്ഷത്തിന്റെ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുവാൻ വേണ്ടി ഏറ്റവും വലിയ ആത്മബലം നൽകിയിരിക്കുന്നത് ഈ നേതാവ് തന്നെയാണ്, തീർച്ചയായും പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് LDF 3.0 ഉറപ്പാണ് എന്നുള്ളത്. ഞാൻ ആലോചിക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 97% പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്നൊരു സർക്കാർ അഭിമാനം കൊള്ളുകയായിരുന്നു. ഇവിടെ മണ്ഡലങ്ങൾ നന്നായി നോക്കിയെന്ന് പറഞ്ഞ ഒരു എല്ലാ MLA-മാരും അവർ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന MLA-മാരായിരുന്നു ഇവിടെ. പക്ഷേ തിരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് വരുമ്പോൾ കേവലം 48 സീറ്റുകൾ മാത്രം നേടിയ UDF 100 സീറ്റ് എന്നുള്ള ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വലിയ അവകാശവാദം ഉന്നയിച്ച് ആദ്യം തന്നെ ഒരു മാനസിക എഡ്ജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായി കാണുകയായിരുന്നു. അങ്ങനെ അവർ തദ്ദേശത്തിൻ്റെയും കഴിഞ്ഞ ലോക്സഭയുടെയും ഒക്കെ റിസൾട്ടുകൾ അവർക്ക് അനുകൂലമായതിൻ്റെ ഒരു ആത്മബലം അവർക്ക് കൂടുതലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു തട്ട് താഴെയായിരുന്നു LDF ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ മറ്റാരും ഈ പറയുന്ന പോലെ വലിയ നേട്ടങ്ങൾ നമ്മളിവിടെ നേടിയിട്ടുണ്ട് എന്ന് അവർ ഊറ്റം കൊള്ളുമ്പോൾ പോലും പക്ഷെ അവരാരും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നിരുന്നില്ല. ഒരു സീറ്റ് ഇത്ര വെച്ച് നമ്മൾ മുന്നോട്ട് പോകാം എന്ന തരത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവിടെ അന്ന് പിണറായി വിജയനായിരുന്നു ഉണ്ടായിരുന്നത്. 110 സീറ്റ്, 99 സീറ്റ് നേടിയ ഒരു മുന്നണിക്ക് സ്വാഭാവികമായും 110 അവകാശപ്പെടാം എന്ന നിലയ്ക്ക് ആദ്യം ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അദ്ദേഹം. ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് വരുന്നു. അപ്പോൾ വലിയ ക്യാമ്പയിനുകൾ ഇവിടെ നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ തന്നെയായിരുന്നു ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് UDF ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. 10 വർഷത്തിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിൽ LDF ഇത്തവണ വാഷ് ഔട്ട് ആകുമെന്ന് അവർ പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ ഉള്ള തീവ്ര ശ്രമം പല തരത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇടയിൽ അത് മാത്രം ഒതുങ്ങരുത് എന്നുള്ള നിലയ്ക്ക് ഭൂരിപക്ഷ പ്രീണനവും നടക്കുന്ന രീതിയിൽ UDFന്റെ ക്യാമ്പയിൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ
പക്ഷേ അതിനെ നോക്കി കണ്ടിരുന്ന ഒരാൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ UDF വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ആ ന്യൂനപക്ഷ വോട്ട് കൺസോളിഡേഷൻ ഉണ്ടായിരിക്കുന്നു, അത് മുഴുവൻ നമുക്ക് അനുകൂലമായി വന്ന് ഭവിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു വലിയ ചെറിയൊരു തരത്തിലുള്ള ആശങ്ക LDF ക്യാമ്പിൽ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അതിനെ കൂടിയാണ് ഇന്ന് ഭേദിച്ചുകൊണ്ട് അത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് പ്രവർത്തകർക്കിടയിൽ ശക്തമായൊരു സന്ദേശം നൽകിക്കൊണ്ട് UDFിൻ്റെ അത്തരം അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് നിലവിൽ PBയിൽ ഇത്തരത്തിലൊരു കണക്കും ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യം മാത്രമല്ല, മറ്റൊന്ന് 2 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിനെ അതിനെ തള്ളുകയും, രണ്ടാമത്തത് ഭരണവിരുദ്ധ വികാരത്തെ വികസന നേട്ടം കൊണ്ട് തള്ളുന്നു എന്നും കൂടിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പിണറായി കൂടി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അതില്ല എന്നായിരുന്നു നിലവിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ PBയിലെ കണക്ക് അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അതിൽ തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നറേറ്റീവ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചൊരു നറേറ്റീവ് എന്നുള്ളത് തീർച്ചയായും അത് ഏകശിലാത്മകത, പിണറായിസം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതും കൂടി ഉൾപ്പെടുന്നതാണല്ലോ, കാരണം ആ സർക്കാരിനെ നയിച്ചത് ഇദ്ദേഹമാണല്ലോ. അപ്പോൾ അതുകൂടി മറികടന്നു എന്നാണോ പിണറായി ഈ പറയുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവുക? പിന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ ഏത് തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായി വന്ന് പരിണമിച്ചിട്ടുണ്ട് എന്ന് LDF കണക്ക് കൂട്ടുന്നതിൻ്റെ പിണറായിയുടെ കണക്കുകളുടെ ഒരു അടിസ്ഥാനം എന്താകുമെന്നാണ് രുചിശ്രീ രവീന്ദ്രന് തോന്നുന്നത്? ശ്യാമിലി, ആദ്യത്തെ ഒരു കാര്യം, അത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ത്യയിലുള്ള ഇടതുപക്ഷത്ത് നിന്നുള്ള ഒരേ ഒരു മുഖ്യമന്ത്രി കൂടിയാണ്. അതുകൊണ്ട് ഈ ഭരണം പോയാൽ അത് ഇടതുപക്ഷത്തിനാകെ, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനാകെ ഉണ്ടാക്കുന്ന ഒരു തിരിച്ചടി അത് ചെറുതായിരിക്കില്ല എന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായി തന്നെ അറിയാം. എന്തായാലും ഏറ്റവും ഒടുവിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷത്തിൻ്റെ മുഖം അത് പിണറായി വിജയൻ തന്നെയായിരുന്നു. അത് നമ്മൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒന്ന് യാത്ര ചെയ്താൽ മാത്രം നമുക്കത് മനസ്സിലാകും. ആ പോസ്റ്ററുകൾ അല്ലെങ്കിൽ വലിയ ബാനറുകൾ എല്ലാം മുഖവും അത് പിണറായി വിജയനിൽ ഒതുങ്ങി തന്നെ നിൽക്കുകയായിരുന്നു. 2 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ഈ വിജയം നേടിയാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അത് പിണറായി വിജയന് അവകാശപ്പെടാൻ സാധിക്കും, ഈ സർക്കാരിന് അവകാശപ്പെടാൻ സാധിക്കും. പരാജയപ്പെട്ടാൽ സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാ തിരിച്ചടികളും അത് പിണറായിയിൽ തന്നെ ഒതുങ്ങാനും സാധ്യതയുണ്ട്, ആ തരത്തിൽ കേന്ദ്രീകരിക്കാനും സാധ്യതയുണ്ടെന്നത് അദ്ദേഹത്തിന് തന്നെ അറിയാം. പക്ഷേ ഈ കണക്കുകളിൽ അദ്ദേഹം പറയുന്ന ഈ ആത്മവിശ്വാസം ഒരുപക്ഷെ ഇതുവരെ ഉള്ള കണക്കുകളിൽ നമ്മൾ വിലയിരുത്തലുകൾ വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരാണ്. ഒരുപക്ഷെ VD സതീശൻ നൽകുന്ന ആത്മവിശ്വാസത്തിൽ വലിയ ആഹ്ലാദം കൊള്ളുന്ന UDFിൻ്റെ പ്രവർത്തകരെ നമുക്ക് കേരളത്തിൽ ഉടനീളം കാണാം. പക്ഷേ അപ്പോഴും ഇടതുപക്ഷത്തുള്ള നേതാക്കൾ വലിയ ഒരു ആത്മവിശ്വാസം ആ അർത്ഥത്തിൽ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ അതേ ആത്മവിശ്വാസത്തിലല്ല ഇപ്പോഴും പറയുന്നത്. അത് പിണറായി വിജയൻ്റെ വാക്കുകളിൽ തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഈ PBയിൽ കൊടുത്ത കണക്കുകളുടെ ഭാഗമായി വിലയിരുത്തലുകൾ വരുമ്പോൾ ആ റിപ്പോർട്ടുകളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. കാരണം നേരത്തെ പറഞ്ഞ 110 സീറ്റൊന്നും ഇത് നിലവിൽ എന്തായാലും ഇടതുപക്ഷത്തുള്ള ഒരു നേതാവും പറയുന്നില്ല. പക്ഷേ നമ്മൾ അവിടെ എടുത്തു പറയേണ്ടത്, ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ജയിക്കാൻ വേണ്ടി തന്നെയാകും മത്സരിക്കാൻ ഇറങ്ങുക എല്ലാവരും. അത് സത്യത്തിൽ അത് തിരിച്ചറിഞ്ഞ ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ എന്ന് പറയാം. കാരണം ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ഏതെങ്കിലും തരത്തിൽ ഇടത് സർക്കാരിന് നിലനിൽക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ഇടതുപക്ഷ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ വച്ച് പുലർത്തിയിരുന്നില്ല, അല്ലെങ്കിൽ നേതാക്കൾ വച്ച് പുലർത്തിയിരുന്നില്ല എന്ന തരത്തിലായിരുന്നു പലപ്പോഴും അവരുടെ പ്രതികരണം. 42 സീറ്റുകൾ മാത്രം കൈവശമുള്ള UDF പ്രവർത്തകർ 100 സീറ്റ് നേടും എന്ന് ആത്മവിശ്വാസത്തോടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് 99 ഉണ്ടല്ലോ, ഞങ്ങൾ 100 കടന്ന് പോകും എന്ന് CPIMൻ്റെ ഏതെങ്കിലും മുതിർന്ന നേതാവ് പറയുന്നത് നമ്മൾ കേട്ടിട്ടേയില്ല. കാരണം ആ തരത്തിൽ ഒരു പ്രചാരണം ഉണ്ടാക്കാൻ CPIM തുടക്കം മുതൽ ശ്രദ്ധിച്ചില്ല എന്നതാണ്. ഈ ഘട്ടത്തിലാണ് സത്യത്തിൽ പിണറായി വിജയൻ വരികയും അദ്ദേഹം പറയുന്നത് ഞങ്ങൾ 110 സീറ്റ് നേടി അധികാരത്തിലേക്ക് 3ാം തവണയും വരും എന്ന് പിണറായി പറയുന്നിടത്താണ് സത്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ 3ാം ഊഴം എന്ന ചിന്ത തന്നെ ഉണ്ടാകുന്നത് എന്ന് പറയാം. ആ ചിന്ത ഒരുപക്ഷെ 110 എന്ന നമ്പറിലേക്ക് അദ്ദേഹം ഇപ്പോൾ പറയുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഉറപ്പ് ഉണ്ട്. ഈ തരത്തിൽ ഈ എത്ര മാത്രം പരിശ്രമിച്ചാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അറിയാം, അത് മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ടൊക്കെ കിടക്കുന്ന കാര്യമാണ്. ഇടതുപക്ഷത്തെ നിയമസഭയിൽ പരാജയപ്പെടുത്തുക എളുപ്പമുള്ള കാര്യമല്ല എന്ന സത്യം അത് ഈ കേരളത്തിലുള്ള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം. ആ കോൺഫിഡൻസ് പിണറായി വിജയനുണ്ട്. 2 കാര്യം അതിൽ ശ്യാമിലി ആദ്യം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരത്തെ
വികസനം കൊണ്ട് മറികടന്നു എന്ന വാക്ക് അത് എടുത്തു കാണേണ്ടതാണ്. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന കാര്യം സമ്മതിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത് നേരത്തെ തന്നെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് തൊട്ട് മുൻപ് നടന്ന അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ മിക്കവാറും എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും അദ്ദേഹം അഭിമുഖം നൽകിയിട്ടുണ്ട്. അതിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മന്ത്രിമാരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ മോശമായി കാണിക്കാനുള്ള ഒരു സാമൂഹ്യ മാധ്യമ ക്യാമ്പയിൻ വ്യാപകമായി നടന്നിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുന്നതിൽ ഉണ്ടായ പിഴവ് അദ്ദേഹം ചില ഇടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നു എന്ന് വേണം ഒരുപക്ഷെ ഈ വാക്കിനെ കാണാൻ. ഭരണവിരുദ്ധ വികാരം എന്ന അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ തന്നെയാകും പിണറായി വിജയൻ അതിനെ കണ്ടിട്ടുണ്ടാകും. കാരണം അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള മാധ്യമ പ്രവർത്തകരെ കാണുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പലരും പറയുന്നു, അത് എവിടെയാണ് എന്ന് പറയണ്ടേ, ഞാൻ അത് അറിയാനല്ലേ ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് വളരെ ക്ഷോഭത്തോടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഏത് മേഖലയിലാണ് 10 വർഷക്കാലം ഈ സർക്കാർ പിന്നിലായി പോയത് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും, നമുക്കത് ചർച്ച ചെയ്യാം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം എന്ന അർത്ഥത്തിൽ അദ്ദേഹം കാണുന്നത് വികസനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ചെയ്യാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്ന അർത്ഥത്തിലല്ല, അത് മുഖ്യമന്ത്രിയും അതോടൊപ്പം ഇവിടെയുള്ള മന്ത്രിമാർക്കും എതിരായ ഒരു വികാരം ഇവിടെ ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ അദ്ദേഹം ഒരു സൂചനയായി പറഞ്ഞ കാര്യമാണ്. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരമാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സ്വാധീനിക്കപ്പെട്ട കാര്യം. അതിനെ വികസനം കൊണ്ട് മറികടക്കാനായി എന്ന ആത്മവിശ്വാസം അദ്ദേഹം പറയുമ്പോൾ ആ പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു എന്നത് പാർട്ടി എങ്കിലും തിരിച്ചറിയുന്നു എന്നതാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഒരു 4-5 വർഷം മുൻപ് തന്നെ ഒരുപക്ഷെ എതിരാളികളായുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ്. അത് ഒരു കാലത്ത് നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു രക്ഷകൻ പരിവേഷം അത് അറിഞ്ഞോ അറിയാതെയോ അത് ഒരുപക്ഷെ എതിരാളികൾ പറയുന്ന പോലെ PR സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചാൽ പോലും പറയാം, കേരളത്തിന് മുന്നിൽ പിണറായി വിജയന് രക്ഷകൻ എന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ പിണറായി വിജയന് കൂടി ഉള്ള അല്ലെങ്കിൽ ആ മന്ത്രിസഭയ്ക്ക് കൂടിയുള്ള ഒരു മാൻഡേറ്റാണ് സത്യത്തിൽ 7 സീറ്റുകൾ അധികം നൽകിക്കൊണ്ട് കേരളത്തിലേക്ക് വീണ്ടും സർക്കാർ വരാൻ കാരണം. ഏത് പ്രതിസന്ധിയിലും ഈ സർക്കാർ ഒപ്പമുണ്ടായിരുന്നു എന്നൊരു സൂചനയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ നൽകിയത് എങ്കിൽ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ ഈ മന്ത്രിസഭയിലെ ആളുകളെ ഒരുപക്ഷെ മോശമായി കാണിക്കാനുള്ള ഒരു ശ്രമം വ്യാപകമായി നടന്നിരുന്നു. ആ മന്ത്രിസഭയിലെ ആളുകൾക്ക്, നേരത്തെ ഉള്ള മന്ത്രിസഭയിലെ ആളുകൾക്കുണ്ടായിരുന്ന ഒരു വ്യക്തിപരമായി ഓരോ ആളുകൾക്കും ഉണ്ടായിരുന്ന പരിവേഷത്തെ ഒരുപക്ഷെ ഇത്തവണയുള്ള മന്ത്രിമാർക്ക് ആ രീതിയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് ഒരു കാര്യമാണ്. രണ്ടാമത്തത് നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായ ഒരു കാലമാണ്. അത് 2016 നിന്ന് 2026 എത്തുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് സാമൂഹ്യ മാധ്യമ ഇടപെടൽ മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു വാക്ക്, ഒരു പുഞ്ചിരി, ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പ്, ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കുന്ന തരത്തിലുള്ള ചർച്ചയിലേക്ക് മാറിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തെ ഇത്തവണ പിണറായി വിജയൻ സർക്കാർ അടുത്ത 3-ാം ഊഴം ശ്രമിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇതൊക്കെ അവർ നേരിട്ട പ്രതിസന്ധിയാണ്. പക്ഷേ ഈ പ്രതിസന്ധിയൊക്കെ മറികടന്ന് ഈ നമ്പറിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം കേരളത്തിലെ മുഴുവൻ ഇടത് പ്രവർത്തകർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. മറുവശത്ത് നമ്മൾ ഈ നമ്പറിലേക്ക് പോകുമ്പോൾ 2 കാര്യമാണ്. ഒന്ന്, ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു നേതാക്കൾ ഈ 100-നോടടുത്ത ഒരു സംഖ്യ പറയാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്നത് കാണാം. പക്ഷേ ഏറ്റവും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി എന്തായാലും 90 മുകളിൽ സീറ്റൊക്കെ അവർ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും VD സതീശനോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ പറയുന്ന അത്രയും ആത്മവിശ്വാസത്തിൽ തുടർച്ചയായി പറയുന്നത് നമ്മൾ കാണുന്നില്ല എന്നത് എടുത്തു പറയണം. കാരണം ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നാളെ ഒരുപക്ഷെ ഈ പറയുന്ന തരംഗമൊന്നും ഇല്ലാതെ ഇടതുപക്ഷം തന്നെ നല്ല രീതിയിൽ വന്നാൽ അത് പറയാനുള്ള ഒരു സാധ്യതയായി അവിടെ ഈ തരത്തിൽ പറയുന്നു എന്നത് മാത്രമാണ്. പലപ്പോഴും വലിയ തരത്തിൽ ഇപ്പോഴും നമുക്കറിയാം ഇടതുപക്ഷ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾക്ക് ഈ കണക്കുകളിൽ വലിയ ഒരു പ്രശ്നം അവർ ഇപ്പോഴും കാണുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടായോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ടോ എന്നൊരു പേടി സത്യത്തിൽ ഇടത് പ്രൊഫൈലുകൾക്കുണ്ട്, ഇടത് നേതാക്കൾക്കുണ്ട്, ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ മുഖ്യമന്ത്രി അപ്പോഴും പറയുന്നത് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും, 3-ാം ഭരണം ഉറപ്പാണ് എന്ന് PBയോട് പറയുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് ഒരുപക്ഷെ വന്ന കണക്കുകൾ പ്രകാരം കൊല്ലത്ത് നിന്നുള്ള ഒരു കണക്ക് വളരെ രസകരമായ കണക്കാണ്. കാരണം 7 മുതൽ 9 വരെ സീറ്റുകൾ ഇടതുപക്ഷത്തിന് ഉറപ്പാണ് എന്ന് CPIMന്റെ സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തലാണ്. അത് പറയുമ്പോൾ അവർക്കറിയാം, കാരണം ശക്തമായ മത്സരം നടന്നു എങ്കിൽ കൂടി ഈ മണ്ഡലങ്ങളൊക്കെ, നിലവിലുള്ള മണ്ഡലങ്ങളൊക്കെ നിലനിർത്താൻ സാധിക്കും എന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. അപ്പോഴും എടുത്തു പറയേണ്ട കാര്യം, കോൺഗ്രസ് ജയിച്ചിട്ടുള്ള 2 സീറ്റുകൾ, അത് കുണ്ടറയും
അതോടൊപ്പം കരുനാഗപ്പള്ളിയും കിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് CPM-ന്റെ കണക്ക് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ സീറ്റുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രതീക്ഷയാണ് കൊല്ലത്ത് വെച്ച് പുലർത്തുന്നത്. കൊല്ലത്ത് നമുക്കറിയാം ചരിത്രത്തിലാദ്യമായി കൊല്ലത്തെ കോർപ്പറേഷൻ കൈവിട്ടുപോയ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നുണ്ട്. ആ ഇടയ്ക്ക് പോലും 7 മുതൽ 9 വരെ സീറ്റ് ഞങ്ങൾക്കുണ്ട് എന്ന് CPM-ന്റെ കണക്ക് വന്ന ഒരു പശ്ചാത്തലമുണ്ട്. കോഴിക്കോടും സമാനമാണ് അവസ്ഥ. കോഴിക്കോട് വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എന്നൊക്കെ CPM തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു യാഥാർത്ഥ്യം, നേരത്തെയും കോഴിക്കോട് ഇഞ്ചോടിഞ്ച് അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴും ഈ നമ്പറുകളിൽ അവർക്ക് ഇപ്പോഴും ഒരു ആശങ്കയുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല. അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രതികരണം തന്നെയാണ് നിലവിൽ എന്തായാലും പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കതിനെ ആ രീതിയിൽ വായിച്ചെടുക്കാമെന്ന് തോന്നുന്നു. രുചിഷ്, എന്തായാലും വളരെ നന്ദി നമ്മളോടൊപ്പം വിശകലനത്തിനായി ചേർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ സംസ്ഥാനത്തെ മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കുന്നത്. ഭരണം തിരിച്ചുപിടിക്കുമെന്ന UDF-ഉം തുടർഭരണം ഉണ്ടാകുമെന്ന LDF-ഉം ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ വരെ സജീവമാക്കി നിർത്തുകയാണ് UDF. അതിനിടെയാണ് തുടർഭരണം ഉറപ്പാണെന്ന് പോളിറ്റ് ബ്യൂറോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. ന്യൂനപക്ഷം കൈവിട്ടിട്ടില്ലെന്നും 10 വർഷം കൊണ്ട് ഉണ്ടായേക്കാവുന്ന സ്വാഭാവിക ഭരണവിരുദ്ധ വികാരം വികസനം കൊണ്ട് മറികടന്നു എന്നുമാണ് CPIM പ്രതീക്ഷിക്കുന്നത്. 75 മുതൽ 80 സീറ്റുകളിൽ വിജയിച്ച് LDF-ന് തുടർഭരണം ഉണ്ടാകുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും വ്യക്തമാക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഏത് മുന്നണിയുടെ കണക്കുകൂട്ടലാണ് ശരിയാവുക എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കുക തന്നെ വേണം.